ഹായ് ഹലോ, ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. അതായത് ഒരു വ്യാഴാഴ്ച ദിവസം. അപ്പോൾ ഇന്ന് എൻ്റെ ഈവനിങ് റുട്ടീനാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാ ദിവസവും വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഈവനിങ് റുട്ടീൻ സെയിം ഒന്നും ആയിരിക്കില്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇന്ന് എനിക്കൊരു 5:30 ആകുമ്പോഴേക്കും ഞാനൊന്ന് ഫ്രീ ആയി. ഇനി എനിക്ക് 7:30 ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് കയറിയാൽ മതി. അതുവരെയും എനിക്ക് വലിയ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് തുണി മടക്കി വെക്കാനുണ്ട്. ഞാനൊരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ബെഡിലേക്ക് എടുത്ത് കൊണ്ടുവച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൈയോടെ മടക്കാം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ, അതിങ്ങനെ ബെഡിൽ കിടന്നിട്ട് രാത്രി കിടക്കാൻ വരുമ്പോൾ ആകെ ടയേർഡാവും. അപ്പോൾ എനിക്ക് മടക്കാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, അതെടുത്തിട്ട് അതേപോലെ സിറ്റ് ഔട്ടിൽ സോഫയിൽ, അതായത് ലിവിങ് റൂമിൽ സോഫയിലോ അല്ലെങ്കിൽ ചെയറിലോ വെക്കും. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആകെ എന്തോരു പോലെ ഉണ്ടാവും. പിന്നെയും അത് വീണ്ടും ബെഡിലോട്ട് വരും. രാവിലെ അതിനുള്ള ടൈം കിട്ടത്തില്ല, വീണ്ടും ബെഡിലോട്ട് വരും. അങ്ങനെ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പം തന്നെ കൈയോടെ മടക്കാമെന്ന്. കാരണം ഞാനിങ്ങനെ ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഇങ്ങനെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യണത്. അപ്പോൾ ഞാൻ എപ്പോഴും ഉണങ്ങി കഴിഞ്ഞ പാട് എടുത്ത് കൊണ്ടുവയ്ക്കുക അങ്ങനെയൊന്നുമില്ല. നെക്സ്റ്റ് ടൈം എപ്പോഴാണോ വാഷ് ചെയ്യുന്നത് അത് വിരിച്ചിടാനാവുമ്പോഴാണ് ആ സ്റ്റാൻഡിൽ നിന്ന് ഞാൻ തുണി എടുക്കാറുള്ളത്. പിന്നെ അവിടെ മഴയോ പൊടിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ തന്നെ നിൽക്കും. പിന്നെ എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ ആവശ്യമുണ്ടെങ്കിൽ ആ സ്റ്റാൻഡിൽ നിന്ന് തന്നെ പോയിട്ട് എടുത്തിട്ട് ഇടാറാണ് പതിവ്. പിന്നെ ഇതെൻ്റെ ചെടിച്ചട്ടിയും കാര്യങ്ങളാണ്. അധികമൊന്നുമില്ല, കുറച്ച് മണി പ്ലാന്റ്. ഞാനൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പൊട്ടിയ ചട്ടിയിൽ ഒരു വലിയ വള്ളിയുള്ള മണി പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനൊക്കെ നോക്കി. പക്ഷേ 8 നിലയിൽ പൊട്ടി. ആകെ ഞാൻ കട്ട് ചെയ്ത് എല്ലാത്തിലും ആക്കി. പിന്നെ ഞാൻ ഇന്ന് മങ്കി വന്നിട്ടുണ്ടോ എന്ന് കാണിക്കാനായിരുന്നു നോക്കിയത്, പക്ഷെ ആരും വന്നിട്ടില്ല. പിന്നെ ഞാൻ വേഗം അകത്തോട്ട് വന്നിട്ട് റൂമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. കാരണം എനിക്ക് 6:30 ആകുമ്പോഴേക്കും വിളക്ക് വെക്കണം. അപ്പോൾ ഇപ്പം മോൻ സ്കൂളിൽ പോണതുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ലെങ്കിൽ അവരിങ്ങനെ ഓരോന്ന് കഴിക്കുമ്പോഴും താഴേട്ട് ഭയങ്കര പൊടി ഉണ്ടാവും. അങ്ങനെ പിന്നെ ഞാൻ വേഗം വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ഈ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കറക്റ്റ് വിളക്ക് കൊളുത്തുന്ന കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്നായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ആ തലയും പിന്നെ ആ പശുവും അതൊക്കെ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളത്. നെക്സ്റ്റ് ടൈം എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാം. അങ്ങനെ പിന്നെ വിളക്ക് വെച്ചു. പിന്നെ ഇന്ന് എനിക്ക് കാര്യമായിട്ട് കുക്കിംഗ് പരിപാടിയൊന്നുമില്ല. അതിന് 2 റീസൺ എന്ന് പറയുന്നത്, ഒന്ന് എനിക്ക് 7:30 മീറ്റിംഗ് ഉണ്ട്. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഏട്ടന് ഇന്ന് ഓഫീസിൽ ടീം ഡിന്നർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് രാത്രിയത്തെ ഫുഡ് വേണ്ട. അങ്ങനെ വിളക്കൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ഭയങ്കര മഴയാണ്. നല്ല സൂപ്പർ മഴയായിരുന്നു. ആദ്യം ഒന്ന് പെയ്തു, അത് കഴിഞ്ഞിട്ട് നിർത്തി. പിന്നെ ഞാൻ വിചാരിച്ചു മഴ പോയെന്ന്, പിന്നെയും മഴ പെയ്തു. കുറച്ചൊരു ചൂടുണ്ടായത് പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടി. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്താൽ നമുക്ക് വിശക്കുന്ന സമയത്ത് കിട്ടും, അല്ലെങ്കിൽ മഴയത്ത് അവർ ഭയങ്കര ഡിലേ ആയിരിക്കും ഡെലിവറി. അങ്ങനെ ഞാൻ വേഗം ഫുഡ് ഓർഡർ ചെയ്ത് എൻ്റെ മീറ്റിങ്ങിന് കയറി. മീറ്റിംഗ് ഒരു 1/2 hour അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മീറ്റിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഫുഡ് എത്തുമല്ലോ. അപ്പോഴേക്കും ഇവിടെ വരെയൊക്കെ വിശന്നിട്ട് നിൽക്കാൻ പറ്റണില്ല. അപ്പം ഞാൻ കുറച്ച് പേരൊക്കെ കട്ട് ചെയ്തിട്ട് അവന് കൊടുത്തു. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സമയം നിൽക്കുമല്ലോ. പിന്നെ എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഫുഡൊക്കെ വരുമ്പോഴേക്കും വേഗം പാത്രമൊക്കെ കഴുകി സെറ്റ് ചെയ്ത് വെക്കാമെന്ന്. അത് നമ്മൾ ചായ കുടിച്ചത്, അതേപോലെ മോന് ഞാൻ എന്തോ പോപ്കോൺ കാര്യങ്ങൾ കൊടുത്തത്, അതുപോലെ കുറച്ച് ഗ്ലാസ് 1-2 പാത്രം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ പെട്ടെന്ന് കൈയോടെ കഴുകി വെച്ചു. ഇല്ലെങ്കിൽ എന്താവുമെന്നറിയോ, പിന്നെ ചെയ്യാം ഈ ഒരു സംഭവം ഉണ്ടാവും. അപ്പം ഇന്ന് പിന്നെ ആരില്ലല്ലോ, ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം ഫുഡ് വന്നാലും ഫുഡ് കഴിക്കുന്ന ആ ഒരു 2 പാത്രം കഴുകണം. അപ്പം എല്ലാം ഈസി പണിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേനും ഫുഡ് വന്ന് നമ്മുടെ ആളിവിടെ കാവൽ നിൽക്കാനായി. അപ്പം ഞാൻ ഫുൾ ബിരിയാണിയല്ല, ഹാഫ് ബിരിയാണിയും ഒരു റോയൽ ഫലൂദയാണ് വാങ്ങിയത്. കാരണം ഫുൾ ബിരിയാണി ആകുമ്പോൾ നമുക്കത് ഫുള്ളായിട്ട് വേണ്ടി വരില്ല. അപ്പം ഐസ്ക്രീമും കൂടെ വേണമെന്ന് മോൻ കുറേ ദിവസമായി പറയണം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ വാങ്ങിക്കൊടുക്കാമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ക്യാമറ കണ്ടുകൊണ്ട് ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഈ എന്തൊക്കെയോ പറയണമുണ്ട് അതിൻ്റെ ഇടയിൽ. അവൻ ഈ പറക്കിയിടുന്നതൊക്കെ അവൻ്റെ ആ ചോറിലുള്ള കറുവപ്പട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ചിക്കൻ ആൾ കഴിക്കാറില്ല. ബിരിയാണി ഇഷ്ടമാണ്, പക്ഷെ ചിക്കൻ ബിരിയാണിയിലെന്നല്ല പൊതുവേ കഴിക്കാതെ കുറവാണ്. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ്. ഐസ്ക്രീം കിട്ടിയ സന്തോഷത്തിൽ. എനിക്കറിയാം അവൻ ആ ഐസ്ക്രീമും ഫുള്ള് കഴിക്കില്ല, കാരണം അതിൽ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവൻ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചു കെറ്റിലിൽ. കാരണം നമുക്ക് കുടിക്കേണ്ട വെള്ളമൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളം വെച്ചു. അപ്പോൾ ഓൾറെഡി കുറച്ച് തണുത്ത വെള്ളം ഉണ്ടായത് ഞാൻ രാത്രി നമുക്ക് കിടക്കുമ്പോൾ വേണ്ട കുപ്പിയിലോട്ട് മാറ്റിയിട്ടുണ്ടായി. അപ്പോഴേക്കും ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ കൊണ്ടുവന്നു. ഇത്രയല്ല കേട്ടോ,
ഇതിലും കൂടുതലുണ്ടായിരുന്നു, അവൻ കഴിച്ചിട്ടൊന്നും ഉണ്ടായില്ല അത്ര. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അതുകൂടെ ഫിനിഷ് ചെയ്യാമെന്ന്. അപ്പോഴേക്കും എൻ്റെ വെള്ളമൊക്കെ തിളച്ച് സെറ്റാവും. അപ്പോൾ അതിനുള്ളിൽ ഞാൻ കുറച്ച് നമ്മുടെ ഈ കിച്ചണിൽ യൂസ് ചെയ്യുന്ന തുണികളുണ്ടല്ലോ, അതായത് ഈ ഒരു യെല്ലോ തുണി ഞാൻ ഈ പാത്രങ്ങളൊക്കെ തുടയ്ക്കാനും അങ്ങനത്തെ ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഞാൻ ആ പ്രില്ല് ഉപയോഗിച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കഴുകണം. എല്ലാ ദിവസവും കഴുകണതാണ്, അതിൽ പിന്നെ അഴുക്കോ കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അതും അതേപോലെ തന്നെ നമ്മുടെ ജസ്റ്റ് ഞാൻ ഈ വൈപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്ലോത്ത്സ് ഉണ്ടല്ലോ, ആ ഒരു ക്ലോത്തും കൂടിയിട്ട് ഞാൻ നന്നായിട്ട് കഴുകും. പിന്നെ ഈ ട്രേയിലുണ്ടാകുന്ന പ്രില്ലും കാര്യങ്ങളൊക്കെ ഞാൻ മൊത്തത്തിൽ മറിച്ച് കളഞ്ഞിട്ട് അതൊന്ന് കഴുകിയിട്ട് സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ നമ്മൾ പുറത്തിങ്ങനെ വിരിച്ചിടുകയാണെങ്കിൽ ആ തുണി രാവിലെ നമുക്ക് നല്ല സൂപ്പറായിട്ട് ഉണങ്ങിയിട്ടും കിട്ടും. അതൊക്കെ കഴിഞ്ഞ് കിച്ചൺ ഞാൻ അങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇവനാണെങ്കിൽ പിന്നെ ഓരോന്നിനും ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ചു ആ പരിപാടി മതിയാക്കാം. അപ്പോഴേക്കും പെൻസിൽ കാണാത്തതുകൊണ്ട് പെണ്ണ് കൊടുത്തതിൻ്റെ ആണ് ഈ വായിൽ മൊത്തം പെണ്ണിൻ്റെ ഇങ്കാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ ഇരുന്ന് കുറച്ച് പഠിച്ചു. പിന്നെ ഞാൻ വേഗം കിടക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളവും ബോട്ടിലൊക്കെ അവിടെ വെച്ചു. അപ്പോഴേക്കും ഏട്ടൻ വരും, പക്ഷേ ഇവനെ വേഗം ഉറക്കാമല്ലോ എന്ന് വിചാരിച്ച് ബെഡൊക്കെ സെറ്റ് ചെയ്തു. ആളപ്പോഴേക്കും ബെഡിലേക്ക് കിടക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.